ഹലോ, വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ കൂർഗിലെ നെക്സ്റ്റ് വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇരിപ്പൂ വാട്ടർഫോൾസ് ആണ് കേട്ടോ. ഇത് നമ്മൾ കൂർഗിൽ തന്നെ ഗോണിക്കപ്പട്ട് കുട്ട ഹൈവേയിലാണ് ഈ ഒരു ഇരിപ്പൂ ഫാൾസ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇതുവഴി യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസ് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ വയനാട് വഴിയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ട കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 10 to 15 കിലോമീറ്റർ അതിൻ്റെ അകത്താണ് ഈ ഒരു വാട്ടർഫോൾസിൻ്റെ റൂട്ടിലേക്ക് വരുന്നത്. പിന്നെ ഗോണിക്കുപ്പ വഴിയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാം കൂട്ടിയിട്ട് ഒരു 20 കിലോമീറ്ററിൻ്റെ അകത്താണ് ഈ ഒരു വാട്ടർഫോൾസ് എനിക്ക് കേട്ടോ. പിന്നെ ശ്രീമംഗല ടൗൺ കേട്ടോ. ഗോണിക്കുപ്പ എന്ന് വരുമ്പോൾ ശ്രീമംഗല ടൗൺ കഴിഞ്ഞതിന് ശേഷം വലിയൊരു ബോർഡ് ഉണ്ടാവും നിങ്ങൾക്ക്. ആ ബോർഡ് വലിയൊരു ബോർഡ് കാണാൻ പറ്റും. ശ്രീമംഗല ടൗൺ കഴിഞ്ഞാൽ തന്നെ ഇരിപ്പൂ ഫാൾസ് വലിയ ബോർഡ് കാണാൻ പറ്റും. എൻ്റെ ഇൻട്രോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഭാഗത്താണ് നമ്മൾ ആ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററാണ് ഇതിൻ്റെ അകത്തോട്ടുള്ള നിങ്ങൾക്ക് ഒരു ട്രാവലിംഗ് വരുന്നത്. ഗൈസ്, അപ്പോൾ കുട്ട വഴി വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ റൂട്ടുണ്ട്. ഈ റൂട്ട് കൂടിയും വരാം, പക്ഷേ വേറെ റൂട്ട് കൂടി പോകുന്നതാണ് നല്ലത്. അവിടെ കുറച്ചും കൂടി ക്ലോസറാണ്, ഇത്രയും ദൂരം യാത്രയുണ്ട്. പക്ഷേ അപ്പോൾ കുട്ട വഴി വരുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ബോർഡേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇരിപ്പൂ ഫാൾസ് എന്നുണ്ട് അവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ സെയിം ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഹൈവേയിലോട്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് മാത്രമേ നിങ്ങൾക്ക് മാറ്റുള്ളൂ. അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മൂടിയായിട്ടുള്ള റോഡ് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഗ്രീനറി ആ ഒരു ഭാഗത്തുണ്ട്. അത്യാവശ്യം എസ്റ്റേറ്റിൻ്റെ അകത്ത് കൂടി പോകുന്ന റോഡുകളായതുകൊണ്ട് വാഹനങ്ങൾ കുറവാണ്. നല്ല സ്പീഡ് എടുക്കാൻ തോന്നുമെങ്കിലും നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് പയ്യാണ് ഓടിക്കുന്നത്. കാരണം കൂർഗാണ്, നമ്മൾ കേരളത്തിലെ പോലെയല്ല. അഥവാ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ മാക്സിമം ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ അപകടമില്ലാണ്ട് നമുക്ക് അത്യാവശ്യം അപകടമൊന്നും ഇല്ലാണ്ട് നമുക്ക് യാത്ര ചെയ്യുന്നതായിരിക്കോട്ടെ സേഫ്. എപ്പോഴും സേഫായിട്ട് ഓടിക്കുക. നമുക്ക് പോകേണ്ട സ്ഥലത്ത് പോകേണ്ട രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടാവും. സൈഡിലൊക്കെ നല്ല നല്ല രീതിക്ക് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും പിന്നെ ആ ഒരു ദൂരെ നിന്ന് കാണുമ്പോൾ ആ ഹില്ലിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ മാക്സിമം എൻജോയബിൾ ആണത്. അപ്പോൾ മാക്സിമം നിർത്തി ആനിമൽ ക്രോസിംഗ് ഒക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ മാന് പോലത്തെ മൃഗങ്ങളെ നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഏരിയയിൽ. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് കേട്ടോ. ഈ ഒരു ടൈമിലാണെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വേരി ആവട്ടെ, എപ്പോഴും ഈ ഒരു തണുപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേരിയേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ചൂടുണ്ടാവും, ചിലപ്പോൾ തണുപ്പുണ്ടാവും. പക്ഷെ അത്യാവശ്യം നമുക്ക് തണുത്തൊരു കാലാവസ്ഥ തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലൊക്കെ വരാം. ഇതിപ്പോൾ ഫ്രണ്ട് മാത്രമേ കർണാടകയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന കൊടകിൽ സ്ഥിതി ചെയ്യുന്ന അത്യാവശ്യം മനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇരിപ്പൂ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഇത് ബ്രഹ്മഗിരി ഹിൽസിൽ തുടങ്ങുന്ന ഈ വെള്ളച്ചാട്ടം ചെന്ന് ചേരുന്നത് ലക്ഷ്മണ തീർത്ഥ എന്ന് പറയുന്ന റിവറിലോട്ടാണ്. മടിക്കേരിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയുള്ള ഈ വെള്ളച്ചാട്ടം നാഗർഹോളെ റിസർവ്ഡ് ഫോറസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി സൈഡ് പറയുകയാണെങ്കിൽ പുരാണത്തിൽ പറയുന്ന പ്രകാരം രാമൻ വനവാസത്തിൽ പോയ സമയത്ത് അദ്ദേഹം ഈ കാട്ടിലാണ് താമസിച്ചിരുന്നത്. രാമന് വേണ്ടി വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ലക്ഷ്മണൻ പോയിട്ട് ലക്ഷ്മണൻ എവിടെയും വെള്ളം കിട്ടാതായപ്പോൾ ലക്ഷ്മണൻ കാട്ടിലോട്ടൊരു അമ്പ് ചെയ്യുവാണ്. അങ്ങനെ ആ അമ്പ് ചെന്ന് പതിക്കുന്ന സ്ഥലത്താണ് ഈ ഉറവ ഉണ്ടായതെന്നാണ് പുരാണത്തിൽ പറയുന്നത്. ഇതിൻ്റെ നേരെ താഴെയായിട്ട് രാമേശ്വര ടെമ്പിൾ ഉണ്ട്, അതായത് സ്റ്റാർട്ടിങ് എൻട്രൻസിൽ തന്നെ. അപ്പോൾ രാമൻ അവിടുത്തെ ശിവലിംഗം സ്വയം തൻ്റെ കൈകൊണ്ടാണ് വെച്ചതെന്നാണ് ഇവിടെ വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലക്ഷ്മണ തീർത്ഥ നദിയും രാമേശ്വര ടെമ്പിളും ഉണ്ടായത്. അങ്ങനെ ഇവിടെ ഒരുപാട് ഭക്തജനങ്ങളും എത്താറുണ്ട്. ഇതൊരു പുണ്യസ്ഥലമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററിന് കൂടുതൽ നടക്കാനുണ്ട് കേട്ടോ. പകുതിയും സ്റ്റെപ്പുകളാണ്. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി അത്യാവശ്യം ഇരുന്നും കിടന്നൊക്കെ വേണം പോകാനായിട്ട്. കാരണം പെട്ടെന്നൊന്നും കയറി പോകാനൊന്നും പറ്റില്ല.
പിന്നെ ഇതിൻ്റെ അകത്ത് വന്നാൽ തന്നെ ആ ഒരു സൗണ്ടും ബേർഡ്സിൻ്റെ സൗണ്ടും ആ ഒരു കാടിൻ്റെ ഒരു ഫീല് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിഫ്രഷ് ആവും കേട്ടോ. എനിക്കിവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം ആൾക്കാർക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഡ്രസ്സിങ് റൂമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ താഴ്ന്ന് നോക്കി ഏകദേശം എല്ലാം കാണാൻ പറ്റും. അപ്പോൾ സൂക്ഷിച്ച് പ്രശ്നങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ദൂരം മുകളിലോട്ട് കയറിയാൽ ഇവിടെ നമ്മൾ ഫോൾസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കന്നഡ അറിയാത്തവർക്ക് ഇംഗ്ലീഷിലും ഉണ്ട്. ഡീറ്റെയിൽസ് കറക്റ്റ് അയച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല, വെയിലടിച്ചിട്ട്. വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടില്ല വ്യൂ. അവിടെ താഴെ 50 രൂപ കൊടുക്കണേ മുതലാട്ടോ. കൊടുക്കണ 50 രൂപക്ക് മുതലാണ്. നല്ല രീതിക്ക് വെള്ളമുണ്ട്. ചൂട് മുകളിലോട്ട് കയറിയിട്ട് നല്ല വിഷ്വൽസ് കിട്ടാൻ നോക്കാം. ഇത് ശരിക്കും നമുക്ക് ഇതുവഴി അവിടം വരെ കയറാൻ പറ്റും കേട്ടോ. മുകളിൽ കയറിയിട്ട് ആ ഡയറക്റ്റായിട്ട് ചാടുന്ന ആ വെള്ളത്തിൽ നമുക്ക് അവിടെ കുളിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാര്യങ്ങളൊക്കെ കൂടിയതുകൊണ്ട് സേഫ്റ്റി റീസണിന് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടെ അവിടെ ഫാമിലി പിള്ളേരെ കുളിക്കുന്നുണ്ട്. അത് കൊടുക്കുന്ന നമ്പർ വെള്ളത്തിന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തണുപ്പുണ്ട്. അത്യാവശ്യം എല്ലാ വെള്ളച്ചാട്ടത്തിലുള്ള പോലെ നല്ല രീതിക്ക് തെന്നലും ഉണ്ട്. അപ്പോൾ സേഫ്റ്റി നോക്കുക. കാരണം ഇവിടെ നിന്നൊക്കെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെയൊക്കെ കിട്ടുള്ളൂ. മാക്സിമം അപകടങ്ങൾ ഒഴിവാക്കുക കേട്ടോ. കൂർഗിലുള്ളവരാണെങ്കിലും പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ വയനാട് ഭാഗം കണ്ണൂർ ഭാഗത്തേക്കുള്ള ആൾക്കാർക്കാണെങ്കിലും അത്യാവശ്യം ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് നമ്മൾ ഇരിപ്പ് വാട്ടർഫാൾസ് കേട്ടോ. അത്യാവശ്യം ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ സോളോ ആണെങ്കിലും കപ്പിളാണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. കാരണം ഒട്ടും തിരക്കില്ലാത്ത ഏരിയയാണ്, നല്ല ശാന്തമായ ഏരിയയും കൂടിയാണ്. ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളം കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. വരുന്നവരോടുള്ള അപേക്ഷ എന്ന് പറയുന്നത് ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ മറ്റു പാഴ്വസ്തുക്കളോ ഒന്നും അവിടെ ഇവിടെ എറിഞ്ഞിട്ടിട്ട് പോവാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൈമിംഗ് ഏകദേശം 10 to 5 ആണ്. പിന്നെ കാടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗാർഡ്സ് ഉണ്ടാവും. ഗാർഡ്സ് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഫൈൻ അടിക്കാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ഇർപ്പു ഫാൾസ് വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കാര്യങ്ങൾ പിന്നെ അത്യാവശ്യം സ്റ്റേഷനറീസ് എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഫണ്ട് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പാർക്കിങ്ങിൻ്റെ അതേപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് 20-40 അങ്ങനെയൊക്കെ പൈസ ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജീപ്പിന് വേറെ, കാറിന് വേറെ, ബൈക്കിന് വേറെ അങ്ങനെയൊക്കെ ഫണ്ട് ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ പെർ പേഴ്സൺ 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത് കേട്ടോ. പെർ പേഴ്സൺ 50 രൂപയാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഫോറിനേഴ്സിന് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 110 രൂപ അങ്ങനെയൊക്കെ ചാർജ് വരുന്നുണ്ട്. അതിനുശേഷം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് നടന്ന് ട്രക്ക് ചെയ്യണം. ട്രക്ക് ചെയ്തിട്ട് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വിഷ്വൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്നൊക്കെ സ്ഥലമാണ്. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഉണ്ട്. പിന്നെ പോരാത്തതിന് തിരക്കില്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാമിലിക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കുറേ സമയം. വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ തന്നെ വിഷയത്തിൽ കണ്ട പോലെ 1-2 ഫാമിലി മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ കേട്ടോ. അവരും പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകുന്നൊക്കെ ഉണ്ട്. പിന്നെ സീസൺ ടൈമൊക്കെയാണ്, സമ്മർ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടാവും. പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത സ്ഥലത്ത് വെച്ച് നമുക്ക് കാണാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.